ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. റമദാൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. എല്ലാം കൂടി ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത്യാവശ്യം കുറച്ചൊക്കെ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ചിലന്തി വലയുണ്ടല്ലോ, അതെല്ലാം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഈ ക്ലീനിങ് വീഡിയോ ഒന്നും അധികം ഒന്നും ഇടാത്തത് കൊണ്ട് എനിക്ക് എങ്ങനെയാണ് വോയിസ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അറിയുന്ന പോലെ അങ്ങ് ചെയ്യാൻ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ ആദ്യം തന്നെ റൂമാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. ചിലന്തി വലയൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ ഒരു മേലയിൽ എൻ്റെ റൂമാണ് കേട്ടോ ആദ്യം ക്ലീൻ ചെയ്യുന്നത്. നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. ഈ ഗ്ലാസ് ക്ലീനർ വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യാറ്. അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. എല്ലാം നല്ലപോലെ പൊടിയൊക്കെ തുടച്ചതിന് ശേഷമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എല്ലാം കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ലല്ലോ, കൊണ്ട് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബെഡിൻ്റെ ഇടയിലുള്ള മെഷയും കൂടി നല്ലപോലെ തുടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചെടുക്കണം. അതിന് ആദ്യം തന്നെ ബെഡൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് ബെഡ്ഷീറ്റ് വിരിച്ച് കൊടുക്കാം. ബെഡിൻ്റെ ബാക്ക് സൈഡൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡൊക്കെ നല്ലപോലെ കച്ചറയുണ്ടാവും, അതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യാം. എന്നിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കാം. നല്ല ടൈറ്റിൽ വലിച്ചിട്ട് തന്നെ വിരിക്കുക, അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. എന്താ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് തലയണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബെഡ്ഷീറ്റ് വിരിച്ച് ചെയ്യുന്നു. റൂം അലമാര ഒന്നും ക്ലീൻ ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണിക്കാൻ നിന്നാൽ ഒരുപാടങ്ങ് ലോങ് ആയി പോകും വീഡിയോ. അപ്പോൾ ഇതാ റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. മേലെ 2 റൂമാണ് കേട്ടോ ഉള്ളത്. 2 റൂമും ക്ലീൻ ചെയ്തിട്ടുണ്ട്. താഴേക്ക് വന്നിട്ട് താഴെയുള്ള ജനലൊക്കെ ആദ്യം ഒന്ന് പൊടി തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ തുണി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. തുണിയിൽ കുറച്ച് ഡെറ്റോളും കൂടി ചേർത്താൽ മതി. അപ്പോൾ നല്ലപോലെ ക്ലീനായി കിട്ടും. ഞാൻ എൻ്റെ തുണി വെച്ച് ചെയ്യുന്നത്. പൊടി തട്ടിയെടുക്കുമ്പോൾ പൊടി മൊത്തമായിട്ട് പാറും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് അലർജീൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതാകുമ്പോൾ അലർജീൻ്റെ പ്രശ്നമുള്ള കുട്ടികൾക്ക് അസുഖം പെട്ടെന്ന് വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ തുണി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ തുണിയിൽ തന്നെയാണല്ലോ ആയിക്കെല്ലാം പിടിക്കാൻ, പുറമെ പാറത്തില്ലല്ലോ. അപ്പോൾ ഇതാ ഞാൻ സോഫയും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അത് തന്നെ ആദ്യം തന്നെ സോഫയുടെ വിരിപ്പൊക്കെ മാറ്റി കൊടുക്കാം. എന്നിട്ട് സോഫ നീക്കിയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. സോഫ നീക്കിയിട്ട് സോഫയുടെ ബാക്ക് സൈഡൊക്കെ നല്ലപോലെ കച്ചറയുണ്ടാവും. ഒരു മാസത്തിലൊരിക്കലും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബാക്ക് സൈഡ് നല്ലപോലെ തുടച്ചതിന് ശേഷം സോഫ നീക്കി വെച്ചിട്ട് വീണ്ടും സോഫ ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് സോഫ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത് വിരിപ്പൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇത് ഫ്ലവർ വൈസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സോഫയുടെ ഈ കോർണറൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡോറിൻ്റെ സൈഡുള്ള ജനലാണ് കേട്ടോ തുടച്ചെടുക്കുന്നത്. അത് നല്ലപോലെ തുടച്ചെടുക്കാം. ഇവിടെ കൂടുതൽ ജനലാണ് കേട്ടോ ഉള്ളത്. എല്ലാം കൂടി തുടച്ചെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കും. ഇതൊക്കെ ഞാൻ സ്പീഡാക്കി കാണിക്കുന്നത് കേട്ടോ. ഒരുപാട് ടൈം എടുത്തോട്ടെ ഇതൊക്കെ തുടച്ചെടുക്കാൻ. അപ്പോൾ ഇത് നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി താഴെയുള്ള വേറൊരു റൂമാണ് കേട്ടോ. അതിൻ്റെ ജനലൊക്കെ നല്ലപോലെ തുടച്ചെടുക്കുന്നുണ്ട്. ജനലിൻ്റെ കമ്പിയൊക്കെ നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുക്കാം. മാസത്തിൽ ഒരിക്കലും ഇതുപോലെ ചെയ്യുക കേട്ടോ ഡീപ്പ് ക്ലീനിങ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, പൊടികളൊന്നും ഇല്ലാതെ. ഇത് മേലെ ഭാഗമൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ റൂമാണ് കേട്ടോ, പഴയ റൂമാണ്. അതുകൊണ്ടാണ് കേട്ടോ ജനലൊക്കെ സെറ്റ് അങ്ങനെ തന്നെ ഉള്ളത്. മേലയിലേക്ക് റൂം മാറിയപ്പോൾ ഇതൊന്നും കഴിച്ചെടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഫാനും ഇതാ വൃത്തിയാക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഗ്ലാസ് ക്ലീനർ. ഇത് വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് ഗ്ലാസ്സൊക്കെ. ഇതിൻ്റെ ലിഡ് പൊട്ടിപ്പോയി. സ്പ്രേ ബോട്ടിലാണ് കേട്ടോ അത് വരുന്നത്. അത് പൊട്ടിപ്പോയതുകൊണ്ട് സാധാരണ ലിഡ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത് ഡൈനിങ് റൂമിലെ ജനലാണ് കേട്ടോ. അതിന് അതും ക്ലീൻ ചെയ്യാനുണ്ട്. അതും 2 സൈഡ് ജനലുണ്ട് കേട്ടോ. അത് രണ്ടും കൂടി ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ജനലാണ് ഇവിടെ ഒരുപാടുള്ളത്. അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ തൊട്ട് സൈഡ് പിന്നെ ഒരു ജനലും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി തുടച്ചെടുക്കുന്നത് ഷോക്കേസാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിലുള്ള സാധനങ്ങളൊന്ന് എല്ലാം എടുത്തു മാറ്റാം.
എല്ലാത്തിലും നല്ലപോലെ പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. പതിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്, വീഡിയോയിൽ സ്പീഡാക്കി കാണിക്കുന്നതാണ് കേട്ടോ. ഗ്ലാസ്സൊക്കെ ആയതുകൊണ്ട് വീണ് പൊട്ടിപ്പോകണ്ടെന്ന് വിചാരിച്ച് പതിയാണ് ചെയ്യുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ആദ്യം ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കാം. അത്യാവശ്യം പൊടിയേ ഉള്ളൂ. നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ഫാൻ ക്ലീൻ ആക്കുന്ന സാധനമാണ് കേട്ടോ. ഇതിനെ കൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ഇത് നല്ലപോലെ പൊടികളൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കൂടി ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ ഡോർ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് സൈഡും ഓരോ സൈഡ് അപ്പുറം ഇപ്പുറം ആക്കിയിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. അങ്ങനെ കഴിയും. ഇപ്പോൾ ഇത് അപ്പുറത്തുള്ള സ്റ്റാൻഡും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതും ഇവിടെയും കൂടി നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, ഇത് ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗത്തും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. പുറം ഭാഗം മാത്രം ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. ഉൾഭാഗത്തും നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഗ്ലാസ് നല്ല ക്ലിയർ ആയിട്ട് കാണും. ഇത് രണ്ട് സൈഡും ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് സാധനങ്ങളെല്ലാം ഇത് ടേബിൾ മേൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കണം. ആദ്യം തന്നെ ഈ സ്റ്റാൻഡൊന്ന് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക. രണ്ട് സൈഡും ഞാൻ എന്നെ തുണി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അപ്പം നല്ല ക്ലീനായിട്ട് കിട്ടും. ഗ്ലാസ് ക്ലീനറൊക്കെ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവും കേട്ടോ. അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി. നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ഗ്ലാസ്സൊക്കെ. ഇത് ഞാനിവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാം. പതിയെ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. വീണ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കയ്യില്ല. അപ്പോൾ ഇത് ഞാനിവിടെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ തുണി ഒന്നുകൂടി ഒന്ന് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഇതുപോലെ നല്ലപോലെ തുടച്ച് കൊടുക്കാം. ഇതൊക്കെ നോമ്പിനൊക്കെ എടുക്കാറുണ്ട് കേട്ടോ ഈ ഗ്ലാസ്സൊക്കെ. അത്യാവശ്യം കൂടുതൽ ഗ്ലാസ് അടുക്കളയിലുണ്ട്, അതുകൊണ്ടാണ് ഇതൊന്നും എടുക്കാത്തത്. ഷോക്കേസിൽ തന്നെ വെച്ചത്. ഇത് അതിൻ്റെ ഇടയിൽ ഉമ്മ എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി വന്നിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് കേട്ടോ. അത് ജ്യൂസൊക്കെ കുടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും പണിയെ ചെയ്യാണ്. ഇപ്പോൾ തുടച്ചതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി തുടക്കുക, എന്നിട്ട് വെക്കാം. ഓരോന്ന് തുടച്ചിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നതെല്ലാം കൂടി തുടച്ച് വെച്ചിട്ട് ലാസ്റ്റ് എടുത്ത് വെക്കുകയല്ല ചെയ്യുന്നത്. ഓരോന്ന് തുടച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം തുടച്ചിട്ട് വെച്ചോളൂ. ഇത് ഷോക്കേസ് മൊത്തമായിട്ട് ക്ലീൻ ചെയ്ത് ഡോറൊക്കെ അടച്ചിട്ടുണ്ട്. നിങ്ങൾ ക്ലീൻ ചെയ്യാൻ ഇടുമ്പോൾ രാവിലെ ക്ലീൻ ചെയ്യാൻ തുടങ്ങുക കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് കഴിയും ഉച്ചയാകുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതാ ഇനി ഓവണാണ് കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. ഓവണിൻ്റെ മേലയിൽ ഒരുപാട് സാധനമുണ്ട്, അതെല്ലാം ഒക്കെ ഇടുന്ന് എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഓവണ് കേടായിട്ടാണ് കേട്ടോ ഉള്ളത്, അതുകൊണ്ടാണ് ഓവണിലെ റെസിപ്പീസ് ഒന്നും കാണിക്കാത്തത്. ഇനി ഇൻഷാ അല്ലാഹ് നോമ്പിന് എന്തെങ്കിലും റെസിപ്പീസൊക്കെ ചെയ്യണം ഓവണിൽ വെച്ചിട്ട്. അപ്പോൾ ഇതാ ഓവൺ ഉൾഭാഗത്തും നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ പാത്രങ്ങളും സ്റ്റാൻഡും ഒക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റാൻഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉച്ചയായി. അപ്പോഴേക്കും ഞാനിവിടെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഇത് മാങ്ങ ഉപ്പിലിട്ടതാണ് കേട്ടോ, പച്ചമാങ്ങ.
അതും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി കഴിച്ചു. അപ്പോൾ ഇത് ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞു. നിസ്കാരവും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചോറ് കഴിക്കുന്നത്. ഇത് 2 ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ, ഒരു ദിവസമല്ല കേട്ടോ. ഇതിപ്പോൾ പിറ്റേന്നാണ് കേട്ടോ. ഇപ്പോൾ പിറ്റേന്ന് പുറമേയുള്ള ജനലൊക്കെ തുടക്കുകയാണ്. തലേന്ന് അകം മാത്രമാണല്ലോ തുടച്ചത്. പിറ്റേന്ന് പുറമേ ഉള്ളതും കൂടി തുടച്ച് പിന്നെ അടുക്കളയും കൂടി വൃത്തിയാക്കാനുണ്ടായിരുന്നു. ഇത് വലിയ അടുക്കളയാണ് കേട്ടോ. ഇതിലെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല കേട്ടോ. പിന്നെ ഒരുപാട് പണിയുണ്ട്. ഈ കബോർഡ് കൂട്ടേണ്ടതും അതൊക്കെ ഉണ്ട്. വർക്ക് ഏരിയയിൽ നിന്നാണ് കേട്ടോ കുക്കിങ്ങൊക്കെ ചെയ്യാറ്. ഇത് വലിയ അടുക്കളയാണ്. ഇതിവിടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇവിടുന്ന് കുക്കിങ്ങൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതതിന് ചുമര് ഉള്ള ടൈലൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്. ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. റെസിപ്പി വീഡിയോസ് അല്ലാത്ത ഇങ്ങനത്തെ വീഡിയോ ഞാൻ അധികം ഒന്നും ചെയ്യാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇത് കിച്ചണിലുള്ള ഈ വാഷ് ബേസും കൂടി നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതെപ്പോഴും തുടച്ച് കഴിഞ്ഞാലും ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ കിച്ചണ് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജും ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തായി പോവും, അതുകൊണ്ട് അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചെടികളൊക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇലകളൊക്കെ നല്ലപോലെ കഴുകിയെടുക്കാം കേട്ടോ. അതിനയക്കും ഇതൊക്കെ പോവും, നല്ലൊരു ഉണർവ് ഉണ്ടാവും ചെടികൾക്ക്. ഇത് നല്ലപോലെ തുടച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കള ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി വർക്ക് ഏരിയയിലെ പണികളൊക്കെ ഞാൻ പിറ്റേന്ന് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ആ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ ഇത് അതിന് ശേഷം ഞാനൊരു ഐസ്ക്രീം കഴിക്കുകയാണ്. മാംഗോ ഐസ്ക്രീമാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ മാംഗോ ഐസ്ക്രീം. ഈ പണികൾക്കിടയിലൊക്കെ തണുത്ത ഐസ്ക്രീമും ജ്യൂസൊക്കെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ എന്ത് പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാൻ മറന്നു പോകരുത്. എന്തായാലും വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക എത്ര പണിയുണ്ടായാലും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.